സംരക്ഷകരായിട്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാകണം. നമുക്കൊരു അസ്വസ്ഥത വന്നു കഴിയുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട്. ആദ്യത്തെ സംരക്ഷകൻ നമ്മുടെ കുടുംബം തന്നെയാണ്. ഭാര്യ നമ്മുടെ സംരക്ഷകനാണ്, ഭർത്താവ് നമ്മുടെ സംരക്ഷകനാണ്, മക്കൾ നമ്മുടെ സംരക്ഷകനാണ്. അപ്പോൾ അവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തണം. അതാണ് ആദ്യത്തെ സംരക്ഷകൻ ദൈവമാണ്. ദൈവത്തിലുള്ള ആശ്രയബോധം അപ്പോൾ നമ്മെ തന്നെ സംരക്ഷിക്കും. അപ്പോൾ ദൈവം നമ്മെ ഇതുപോലെ തന്നെ ഒരു സാമൂഹ്യ തലത്തിൽ നമുക്കൊരു സംരക്ഷകനുണ്ടാകണം. നമ്മുടെ ഇടവക നമുക്കൊരു സംരക്ഷണമാണ്. പ്രാർത്ഥനാ മീറ്റിങ്ങിൻ്റെ ഗ്രൂപ്പ് അംഗങ്ങൾ നമുക്കൊരു സംരക്ഷണമാണ്. കുടുംബ കൂട്ടായ്മ നമുക്കൊരു സംരക്ഷകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തലങ്ങളിലെല്ലാം സംരക്ഷകരുണ്ടാകണം. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ സംരക്ഷകരുണ്ടാകണമെങ്കിൽ നമ്മൾ നേരായ പാതയിലൂടെ നയിക്കണം. നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ തന്നെ നമ്മുടെ സംരക്ഷകനായിട്ട് മാറണം. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നമ്മൾ കണ്ടുവയ്ക്കണം. കുറച്ച് പൈസ കയ്യിലുണ്ടാവണം, കുറച്ച് ബാങ്കിലുണ്ടാവണം, കുറച്ചിങ്ങനെ വർദ്ധിപ്പിക്കുന്ന തലത്തിലേക്കുള്ള ബാലൻസായിട്ട് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള തലം കിട്ടുന്നതെല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആരും സംരക്ഷിക്കാനുണ്ടാവില്ല. പണം നമ്മുടെ ഒരു സംരക്ഷകനാണ്. ഇതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സംരക്ഷകനാണ്. അവരുമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ട് കിടക്കരുത്. അപ്പോൾ അയൽവാസികൾ നമ്മുടെ ഒരു സംരക്ഷകനാണ്. നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുക. കർത്താവ് മക്കളെ അനുഗ്രഹിക്കണമേ, സംരക്ഷകരായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. യേശു നമ്മുടെ സംരക്ഷകനും നായകനുമാണെന്നുള്ള ചിന്തയോടുകൂടി യേശുവിനോട് നമ്മൾ കൗൺസിലിങ് ചോദിക്കണം, ഞാൻ എന്ത് ചെയ്യണമെന്ന്. യേശുനാഥൻ തന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ മലമുകളിൽ കയറി ദൈവവുമായിട്ട് സംഭാഷിച്ചിരുന്നു. കാരണം യേശുവിൻ്റെ സംരക്ഷകൻ പിതാവായ ദൈവമാകുന്നു. അപകടമുണ്ടായപ്പോഴും മരിക്കാൻ പോകുന്നതിന് മുമ്പും പിതാവിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യേശുവിനെ നമ്മുടെ സംരക്ഷകനായി നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സംരക്ഷകൻ ഉണ്ടായിരിക്കണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുക. നമ്മുടെ ജീവിതത്തെ ഒന്ന് എവാലുവേറ്റ് ചെയ്ത് എന്തെല്ലാം വിധത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കാനായിട്ട് ശ്രമിക്കുക. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങ് ഇവരുടെ സംരക്ഷകനും നായകനുമായിരിക്കണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.